പൂന എഞ്ചിനീയറിംഗ് കോളേജിലെ ഒരു വിദ്യാർത്ഥിയും ശ്രീമാൻ ബൂട്ടിയുടെ മരുമകനുമായ പ്രൊഫസർ ജി നാർക്കെ MA വിവരിച്ചു കൊടുത്തു. ഒരു ദിവസം കാക്കാ സാഹിബ് രാവിലത്തെ കുളി കഴിഞ്ഞ് ശ്രദ്ധി ആശ്രമത്തിൽ ധ്യാനത്തിൽ ഇരിക്കുമ്പോൾ വിത്തലിന്റെ സ്വരൂപം കണ്ടു. അതിനുശേഷം അദ്ദേഹം ബാബയെ കാണാനായി ചെന്നപ്പോൾ ബാബ ചോദിച്ചു, വിത്തൽ പാട്ടിൽ വന്നുവോ? നീ അദ്ദേഹത്തെ കണ്ടില്ലേ? അദ്ദേഹം വളരെ ഒതുങ്ങുന്ന തരത്തിലാണ്. വേഗം പിടിച്ചോളൂ, അല്ലെങ്കിൽ നിന്നിൽ നിന്ന് മറിഞ്ഞു ഓടിപ്പോകും. അതിനുശേഷം ഉച്ചയ്ക്ക് ഒരു വ്യാപാരി 20-25 പണ്ഡർപൂർ വിത്തലിന്റെ ചിത്രങ്ങൾ കൊണ്ട് അവിടേക്ക് വന്നു. ശ്രീ ഡിസ്കിറ്റ് വിത്തലിന്റെ സ്വരൂപം കണ്ട് അതിശയിച്ചു പോയി. അദ്ദേഹം ധ്യാനത്തിൽ കണ്ടതും ഇതും ഒരേ മാതിരിയായിരുന്നു. അപ്പോൾ അദ്ദേഹം ബാബ പറഞ്ഞത് ഓർത്തു. അദ്ദേഹം ഒരു പുസ്തകം വാങ്ങി പൂജിക്കാനായി പൂജാ സ്ഥലത്ത് വെച്ചു. ഗീതാരഹസ്യം. ബാബ ബ്രഹ്മവിദ്യ പഠിക്കുന്നവരെ സ്നേഹിച്ചിരുന്നു. ഉദാഹരണമായി ഒരിക്കൽ ബാബു സാഹിബ് ജോഗിന് ഒരു പാഴ്സൽ കിട്ടി. ലോകമാനിക് തിലക് എഴുതിയ ഒരു ഗീതാരഹസ്യം അതിലുണ്ടായിരുന്നു. അതിനെ തന്റെ കഷത്തിൽ ഇടുക്കി പിടിച്ചുകൊണ്ട് മസ്ജിദിലേക്ക് വന്ന് ബാബയെ നമസ്കരിച്ചപ്പോൾ ആ പാഴ്സൽ ബാബയുടെ കാൽക്കൽ വീണു. എന്താണിത് എന്ന് ബാബ ചോദിച്ചു. ആ പുസ്തകം ബാബയുടെ കയ്യിൽ കൊടുത്തു. ബാബ അതിനെ പേജുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി. പിന്നെ 1 രൂപ കീശയിൽ നിന്നെടുത്ത് പുസ്തകത്തിന്മേൽ വെച്ച് ജോഗിന് കൊടുത്തു പറഞ്ഞു, ഇത് മുഴുവനും വായിക്കോ, അത് നിനക്ക് നന്മകൾ വരുത്തും. ഖബറുടെ ദമ്പതികൾ. ഖബറുകളെ പറ്റി പറഞ്ഞ് നമുക്ക് ഈ അധ്യായം മുഴുമിപ്പിക്കാം. ഒരിക്കൽ ദാദാ സാഹിബ് ഖബറുടെ കുടുംബം സകുടുംബം ഷിർദിക്ക് വന്ന് അവിടെ കുറെ മാസങ്ങൾ താമസിച്ചു. അദ്ദേഹത്തിന്റെ ഡയറിയിൽ അവിടുത്തെ താമസം ശ്രീ സായി ലീല 1-ാം പതിപ്പിൽ വോളിയം 1-ൽ വിവരിച്ചിരിക്കുന്നു. ദാദാ സാഹിബ് ഒരു സാധാരണക്കാരനായിരുന്നില്ല. അദ്ദേഹം അമരാവതിയിലെ ഏറ്റവും പ്രസിദ്ധി നേടിയതും സമ്പത്തുള്ളവനുമായ ഒരു വക്കീലും ഡൽഹി രാജ്യസഭയിൽ ഒരു അംഗവുമായിരുന്നു. അദ്ദേഹം ബുദ്ധിമാനും വാക്ചാതുര്യമുള്ളവനുമായിരുന്നു. എങ്കിലും ബാബയുടെ മുമ്പിൽ വായ് തുറക്കുവാൻ അദ്ദേഹം ധൈര്യപ്പെട്ടിരുന്നില്ല. അധികം ഭക്തന്മാരും ബാബയോട് പലപ്പോഴും കൂടുതൽ സംസാരിക്കുകയും വാദിക്കുകയും മറ്റും ചെയ്തിരുന്നു. 3 പേർ മാത്രം, അതായത് ഖബർഡെ, നൂൽക്കർ, ബൂട്ടി, ഇവർ എപ്പോഴും നിശബ്ദമായിരുന്നു. അവർ വളരെ ലജ്ഞയുള്ളവരും വിനീതരും എളിയവരും സൽസ്വഭാവികളുമായിരുന്നു. ദാദാ സാഹിബ് പഞ്ചദശി, ഒരു അറിവുള്ള അദ്വൈത വേദാന്ത സംസ്കൃത ലേഖനം മറ്റുള്ളവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തിരുന്നു. പക്ഷേ അദ്ദേഹം മസ്ജിദിലേക്ക് വരുമ്പോൾ ഒരു വാക്കുപോലും ബാബയുടെ മുമ്പിൽ പറയുകയില്ല. ഒരു വിദ്വാൻ എത്ര തന്നെ വേദങ്ങൾ പഠിച്ചിരുന്നാലും അവർ ബ്രഹ്മത്തെ ഉണർന്നിരിക്കുന്നവന്റെ മുമ്പിൽ തല കുനിച്ച് അതിനോട് ചേരുന്നു. ആത്മബോധത്തിന്റെ മുമ്പിൽ അറിവിന് നിൽക്കാൻ സാധ്യമല്ല. ദാദാ സാഹിബ് 4 മാസം താമസിച്ചു. പക്ഷെ ഖബർഡെ 7 മാസം താമസിച്ചു. 2 പേര് അവരുടെ ശ്രുതിവാസത്തിൽ വളരെയധികം സന്തോഷിച്ചു. ശ്രീമതി ഖബർഡെ വളരെ വിശ്വസ്തയും ഭക്തിയുള്ളവളുമായിരുന്നു. ബാബയെ അവൾ വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് അവൾ നൈവേദ്യം മസ്ജിദിലേക്ക് കൊണ്ടുചെല്ലും. ബാബ അത് സ്വീകരിച്ച് തിരികെ വന്ന് അവൾ കൊടുത്ത ഭക്ഷണം കഴിക്കുകയും ചെയ്തിരുന്നു. അവളുടെ ദൃഢവും നിരന്തരവുമായ ഭക്തിയെ ബാബ മറ്റുള്ളവരെ അറിയിക്കണമെന്ന് ആഗ്രഹിച്ചു. ഒരു ദിവസം ഉച്ചയ്ക്ക് ഒരു പാത്രത്തിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ സാൻസ, പുഡിംഗ്, പൂരി, ചോറ്, രസം, പായസം, മറ്റു ചില സാധനങ്ങൾ എന്നിവ മസ്ജിദിലേക്ക് കൊണ്ടുചെന്നു. ബാബ സാധാരണയായി മണിക്കൂറുകൾ താമസിച്ചിരുന്നു. ആ ദിവസം അദ്ദേഹത്തിന്റെ സ്ഥലത്തേക്ക് ചെന്ന് കവറുകൾ തുറന്നു ആഹാരങ്ങൾ പുറത്തെടുത്തു. അത്യുത്സാഹത്തോടെ ഭക്ഷിക്കാൻ തുടങ്ങി. ശ്യാമ പിന്നെ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഈ ഭക്ഷാഭേദം? ചില സമയങ്ങൾ നിങ്ങൾ മറ്റുള്ളവരുടെ ഭക്ഷണത്തെ വലിച്ചെറിഞ്ഞ് അവയെ നോക്കുവാൻ കൂടി കൂട്ടാക്കുന്നില്ല. പക്ഷേ ഇത് നിങ്ങൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നതായി കാണുന്നു. ഈ സ്ത്രീ കൊണ്ടുവന്ന ഭക്ഷണം എന്തുകൊണ്ട് അത്ര മധുരമായിരിക്കുന്നു? ഞങ്ങൾക്കിത് ഒരു ചതിയായി തോന്നുന്നു. ബാബ പറഞ്ഞു, ഈ ഭക്ഷണം വാസ്തവത്തിൽ അസാധാരണമായിരിക്കുന്നു. കഴിഞ്ഞ ജന്മത്തിൽ ഒരു പക്ഷേ ഈ സ്ത്രീ ഒരു കച്ചവടക്കാരന്റെ കൊഴുത്ത പശുവായിരുന്നു. ധാരാളം പാലും. പിന്നെ അവൾ കാണാതാവുകയും ഒരു തോട്ടക്കാരന്റെ കുടുംബത്തിൽ ജനിക്കുകയും പിന്നീട് ഒരു ക്ഷത്രിയനെ കല്യാണം കഴിച്ച് അതിൽ പിന്നെ ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു. ഞാൻ അവളെ വളരെ കാലം കഴിഞ്ഞു കണ്ടു. ഞാൻ അവളുടെ ഭക്ഷണത്തിൽ നിന്നും കുറേ സ്നേഹം എടുക്കട്ടെ. ഇത് പറഞ്ഞ ശേഷം ബാബ അവളുടെ ഭക്ഷണം നല്ലവണ്ണം കഴിച്ചു. വായും കൈയും കഴുകി ഏമ്പക്കം വിട്ട് തൃപ്തിയായി തന്റെ സ്ഥാനത്ത് വന്നിരുന്നു. അതിനുശേഷം അവൾ തലകുനിച്ച് ബാബയുടെ കാലുകളിൽ എണ്ണ പുരട്ടുവാൻ തുടങ്ങി. ബാബ അവളോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. അവളുടെ കൈ പിടിച്ച് തടവി. ഈ പരസ്പര സഹായം കണ്ട ശേഷം ശ്യാമ തമാശയായി പറഞ്ഞു, അത് നന്നായി പോകുന്നുണ്ട്.
ദൈവവും തന്റെ ഭക്തിയും പരസ്പരം ഉപകരിക്കുന്നത് കാണുന്നത് ഒരു അത്ഭുതം തന്നെയാണ്. അവളുടെ യഥാർത്ഥമായ ഭക്തിയെ കണ്ടിട്ട് ബാബ അവളോട് പതുക്കെയും അതിശയമായ വിധത്തിലും രാജാറാം രാജാറാം എന്ന് എപ്പോഴും ജപിക്കുവാനും പറഞ്ഞു. അങ്ങനെ ചെയ്താൽ നിന്റെ ജീവിതത്തിലുള്ള ആഗ്രഹം പൂർത്തിയാവുകയും മനസ്സിന് ശാന്തി ലഭിക്കുകയും ചെയ്യും. ദൈവിക സംഗതികൾ പരിചയമില്ലാത്തവർക്ക് ഇത് ഒരു പരീക്ഷയായി തോന്നും. വാസ്തവത്തിൽ അങ്ങനെയല്ല, അതൊരു ശക്തി പാഠം. ഗുരുവിൽ നിന്നും ശിഷ്യർക്ക് പകർത്തുന്ന ശക്തി ആണ്. ബാബയുടെ വാക്കുകൾ എത്ര ഫലപ്രദമായിരുന്നു. ഒരു ഞൊടിയിൽ അത് അവളുടെ ഹൃദയത്തെ തുളച്ച നിലയിൽ നിന്നു. ഈ സംഭവം ഗുരുവിനും ശിഷ്യനും തമ്മിലുള്ള പ്രകൃതി സംയോജനത്തെയാണ് കാണിക്കുന്നത്. രണ്ടുപേരും സ്നേഹിച്ച് ഒന്ന് ചേർന്ന് ഉപകരിക്കണം. അവരിരുവരും ഒരു വ്യത്യാസവുമില്ല, രണ്ടാളും ഒന്ന് തന്നെയാണ്. അതിനാൽ ഒരാളെ വിട്ട് മറ്റൊരാളിനെ ജീവിക്കുവാൻ സാധ്യമല്ല. ശിഷ്യൻ ഗുരുവിന്റെ പാദങ്ങൾ നമസ്കരിക്കുന്നത് ഒരു കാഴ്ച മാത്രമാണ്. ഉള്ളിൽ അവർ രണ്ടുപേരും ഒന്ന് തന്നെയാണ്. ആർക്കത് വ്യത്യസ്തമായി തോന്നുവോ അവർ ഇനിയും ഫലം ആകാത്ത കായ് തന്നെയാണ്. നിശ്ചലമായ നിലയിൽ എത്തിയിട്ടില്ല. ആമേൻ. ശ്രീ സായിനാഥന് നമസ്കാരം. എല്ലാവർക്കും നിർവൃതി ലഭിക്കട്ടെ.